മക്കളെ, ഇതൊരു മോക്ക് ടെസ്റ്റ് പോലെയാണ്. ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതാനുള്ള സമയം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് എഴുതുക. ഇനി പഠിച്ചു കഴിയാത്തവരാണെങ്കിൽ 1-2 തവണ വീഡിയോ കണ്ട് വീണ്ടും അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം എന്നാണ്. ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം എന്നാണ്. ഉത്തരം 1961 മുതൽ. മഹാബലിയുടെ പിതാവിൻ്റെ പേര് എന്താണ്? മഹാബലിയുടെ പിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം വിരോചനൻ. മഹാബലിയുടെ പിതാവിൻ്റെ പേരാണ് വിരോചനൻ. മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ്? മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം ഇന്ദ്രസേനൻ. മഹാബലിയുടെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ. മഹാബലി എന്ന വാക്കിനർത്ഥം എന്താണ്? മഹാബലി എന്ന വാക്കിനർത്ഥം എന്താണ്? ഉത്തരം വലിയ ത്യാഗം ചെയ്തവൻ. വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ് അർത്ഥം. അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളമിടുന്നത്. ഏതു നാളിലാണ് അത് നടക്കുന്നത്? അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളമിടുന്നത്. ഏതു നാളിലാണ് അത്? ഉത്തരം മൂലം നാൾ. തിരുവോണ നാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ്? തിരുവോണ നാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ്? ഉത്തരം തൃക്കാക്കരയപ്പന്. ഏത് നാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ഏത് നാൾ മുതലാണ് ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളത്? ഉത്തരം ചോതി നാൾ മുതൽ. തമിഴകത്ത് ഓണം ആഘോഷിച്ചതായി പറയുന്ന സംഘകാല കൃതി ഏതാണ്? തമിഴകത്ത് ആഘോഷിച്ചതായി പറയുന്ന സംഘകാല കൃതി ഏതാണ്? ഉത്തരം മധുരൈ കാഞ്ചി. മഹാബലിയുടെ പത്നിയുടെ പേര് എന്താണ്? മഹാബലിയുടെ പത്നിയുടെ പേര് എന്താണ്? ഉത്തരം വിന്ധ്യാവലി. വിന്ധ്യാവലി എന്നതാണ് മഹാബലിയുടെ പത്നിയുടെ പേര്. വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടപ്പോൾ ആരാണ് മഹാബലിയെ അത് നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്? ഉത്തരം അസുരഗുരു ശുക്രാചാര്യർ. അസുരഗുരു ശുക്രാചാര്യർ. ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ? ഉത്തരം 5-മത്തെ. ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാട് ഏതാണ്? ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാട് ഏതാണ്? ഉത്തരം ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകര. വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ അമ്മ ആരാണ്? വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ അമ്മ ആരാണ്? ഉത്തരം അദിതി. വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ പിതാവ് ആരാണ്? വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ പിതാവ് ആരാണ്? ഉത്തരം കശ്യപൻ.
ഓണം ആഘോഷിക്കുന്നത് ഏത് മലയാള മാസത്തിലാണ്? ഓണം ആഘോഷിക്കുന്നത് ഏത് മലയാള മാസത്തിലാണ്? ചിങ്ങമാസത്തിൽ. മഹാബലി നർമ്മദാ നദിയുടെ വടക്കേ കരയിൽ എവിടെയാണ് യാഗം നടത്തിയത്? മഹാബലി നർമ്മദാ നദിയുടെ വടക്കേ കരയിൽ എവിടെയാണ് യാഗം നടത്തിയത്? ഉത്തരം ഭൃഗുക്കച്ചം എന്ന സ്ഥലത്ത്. ഏത് നാൾ ആണ് പൂക്കളം പരമാവധി വലുപ്പത്തിൽ ഇടേണ്ടത്? ഏത് നാളിലാണ് പൂക്കളം പരമാവധി വലുപ്പത്തിൽ ഇടേണ്ടത്? ഉത്തരം ഉത്രാട നാളിൽ. മഹാബലിയുടെ പുത്രന്റെ പേര് എന്താണ്? മഹാബലിയുടെ പുത്രന്റെ പേര് എന്താണ്? ഉത്തരം ബാണാസുരൻ. ബാണാസുരൻ എന്നതാണ് മഹാബലിയുടെ പുത്രന്റെ പേര്. നാലാം ഓണം ഏത് മഹാത്മാവിൻ്റെ ജന്മദിനം കൂടിയാണ്? നാലാം ഓണം ഏത് മഹാത്മാവിൻ്റെ ജന്മദിനം കൂടിയാണ്? ഉത്തരം ശ്രീനാരായണ ഗുരുവിൻ്റെ. വാമനാവതാരം സംഭവിച്ചത് ഏത് യുഗത്തിലാണ്? വാമനാവതാരം സംഭവിച്ചത് ഏത് യുഗത്തിലാണ്? ഉത്തരം ത്രേതായുഗത്തിൽ. മഹാബലി ഏത് യാഗം ചെയ്യുമ്പോഴാണ് വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടത്? മഹാബലി ഏത് യാഗം ചെയ്യുമ്പോഴാണ് വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടത്? ഉത്തരം വിശ്വജിത്ത് എന്ന യാഗം നടക്കുമ്പോൾ. ഭാഗവതത്തിലെ ഏത് സ്കന്ധത്തിലാണ് വാമനൻ തൻ്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി സുതലത്തിലേക്ക് ഉയർത്തിയ കഥ പറയുന്നത്? നീളം കൂടിയിട്ട് ചിലർ പേടിക്കണ്ടാവും. പേടിക്കണ്ട. വാമനൻ തൻ്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മാറ്റിയത് ഏത് സ്കന്ധത്തിലാണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഉത്തരം 8-ാം സ്കന്ധം. ഓണം കേറാമൂല എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഓണം കേറാമൂല എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം കുഗ്രാമം. 2-ാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. ഏത് പേരിലാണ് അത്? 2-ാം ഓണം മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം അമ്മായി ഓണം. ഓണപ്പാട്ടുകളുടെ തമ്പുരാൻ എന്നറിയപ്പെട്ടത് ആരാണ്? ഓണപ്പാട്ടുകളുടെ തമ്പുരാൻ എന്നറിയപ്പെട്ടത് ആരാണ്? ഉത്തരം മച്ചാട്ടിളയത്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്, ഓണപ്പാട്ടുകാർ എന്ന കവിത എഴുതിയത് ആരാണ്? ഓണപ്പാട്ടുകാർ എന്ന കവിത എഴുതിയത് ആരാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓണം ക്യൂസിൻ്റെ ഭാഗം 2 അതായത് പാർട്ട് 2 ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുവരേക്കും ബായ്.